നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ 4 അംഗീകൃതമല്ലാത്ത പ്ലേ സ്കൂളുകൾക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. ഗോവയിലെ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരമില്ലാത്ത പ്രീ പ്രൈമറി പ്ലേ സ്കൂളുകൾക്കെതിരെ കർശന നടപടി ആരംഭിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം നൽകുന്ന 4 സ്കൂളുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം മാർച്ചിൽ എല്ലാ പ്രീ പ്രൈമറി സ്കൂളുകളും സർക്കാർ അംഗീകാരം നേടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതുവരെ ഗോവയിൽ ഇത്തരം അംഗീകാരം ആവശ്യമില്ലായിരുന്നു. പരാതികളെ ആശ്രയിച്ചാണ് നടപടിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശൈലേഷ് സിംഗാടെ പറഞ്ഞു. രക്ഷിതാക്കൾ സ്കൂളുകളുടെ അംഗീകാരം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അംഗീകാരമില്ലാത്ത സ്കൂളുകൾ 50,000 രൂപ വരെ പിഴയും ദിവസേന 10,000 രൂപ അധിക പിഴയും നേരിടും. ഗോവ GVVY പദ്ധതി അവസാനിപ്പിക്കുന്നു. PM സൂര്യഘർ യോജനയുമായി സംയോജിപ്പിക്കും. ഗോവ സർക്കാർ 2027ഓടെ 21,200 സോളാർ റൂഫ്ടോപ്പ് പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള ലക്ഷ്യത്തിനിടെ ഗോവ വിനാമൂല്യ വിച്യോജന പദ്ധതി അവസാനിപ്പിച്ച് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുമായി സംയോജിപ്പിക്കാൻ തീരുമാനിച്ചു. 400 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വീടുകൾക്ക് 5 കിലോവാട്ട് വരെ സോളാർ റൂഫ്ടോപ്പിന് സൗജന്യ വൈദ്യുതിയും 10 വർഷത്തേക്ക് ബിൽ ഇളവും ലഭിക്കും. GDA വെണ്ടർമാർ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. PM SGMBYയിൽ 3 കിലോവാട്ട് സോളാർ സിസ്റ്റത്തിന് 1,80,000 മുതൽ 2 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് ഇത് നൽകുന്നത്. റിബന്ദർ ചൊരാവോ റോറോ ഫെറി സർവീസ് ജൂലൈയിൽ ആരംഭിക്കും. നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം റിബന്ദർ ചൊരാവോ റോറോ ഫെറി സർവീസ് ജൂലൈ ആദ്യവാരം ആരംഭിക്കും. ഗതാഗതം സുഗമമാക്കാൻ പരമ്പരാഗത 6 ഫെറി ബോട്ടുകൾക്ക് പകരം 2 വലിയ റോറോ ഫെറികൾ ഉപയോഗിക്കും. ഗോവയിൽ നിർമ്മിച്ച ഈ ഫെറികൾക്ക് 12 മുതൽ 14 വരെ 4 വീലറുകളും 150 യാത്രക്കാരെയും വഹിക്കാനാകും. റിബന്ദർ ഫെറി റാമ്പ് 9 മീറ്ററിൽ നിന്ന് 26 മീറ്ററായി വീതി കൂട്ടി. R&D ഡയറക്ടർ വിക്രം സിംഗ് ഫോസ്ലെ ദിവാർ സാവോ പെട്രോ റൂട്ടിൽ 2 ചെറിയ റോറോ ബോട്ടുകൾ അടുത്ത ഏപ്രിലിൽ ആരംഭിക്കാനുള്ള പദ്ധതിയും വെളിപ്പെടുത്തി. DGCA എയർലൈനുകളിലും വിമാനത്താവളങ്ങളിലും ഗുരുതരമായ സുരക്ഷാ ലംഘനങ്ങൾ കണ്ടെത്തി. എയർ ഇന്ത്യ വിമാന അപകടത്തിന് പിന്നാലെ വ്യോമയാന നിയന്ത്രണ സമിതി പ്രമുഖ വിമാനത്താവളങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എയർലൈനുകൾ, വിമാനത്താവളങ്ങൾ, വിമാന പരിപാലനം എന്നിവയിൽ ഗുരുതര ലംഘനങ്ങൾ കണ്ടെത്തി. റൺവേയിലെ മങ്ങിയ മാർക്കിങ്ങുകൾ, 3 വർഷമായി അപ്ഡേറ്റ് ചെയ്യാത്ത തടസ്സ നിയന്ത്രണ ഡേറ്റ, ടയർ തേയ്മാനം മൂലം വിമാന വൈകല്യങ്ങൾ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉപകരണങ്ങളുടെ തകരാറുകൾ എന്നിവയും കണ്ടെത്തി. ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിൽ രാത്രി, പുലർച്ചെ പരിശോധന നടത്തി. ലംഘനങ്ങൾ പരിഹരിക്കാൻ 7 ദിവസം വരെ സമയവും നൽകി. വ്യോമയാന സുരക്ഷ ശക്തിപ്പെടുത്താൻ DGCA തുടർ നിരീക്ഷണം പ്രഖ്യാപിച്ചു. സാലിഗാവ് MLA മറ്റ് താലൂക്കുകളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സാലിഗാവ് MLA കേദാർ നായിക്ക് സാലിഗാവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെ ഗോവ മുഴുവന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഉപയോഗിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ബാർദേശ് തീരദേശ മേഖലകളിൽ നിന്നുള്ള മാലിന്യം മാത്രം സംസ്കരിക്കാനാണ് പ്ലാന്റ് ഉദ്ദേശിച്ചതെന്നും പോണ്ട, മഡ്ഗാവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യം ഇവിടെ എത്തുന്നത് അസ്വീകാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ ദുർഗന്ധം നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റ് താലൂക്കുകളിൽ നിന്നുള്ള മാലിന്യ ട്രക്കുകൾ തടയാൻ നാട്ടുകാർ നിർബന്ധിതരാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗോവ വേസ്റ്റ് മാനേജ്മെന്റ് കോർപ്പറേഷന് മെമ്മോറാണ്ടവും സമർപ്പിച്ചു. ഗോവ ബെലഗാവിയെ ബന്ധിപ്പിക്കുന്ന അൻമോദ് ഹെമദഗ റോഡിൽ സംരക്ഷണ ഭിത്തി തകർന്നു. യാത്രക്കാർ അപകടത്തിൽ. 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഭിത്തി 15 ദിവസത്തിനുള്ളിലാണ് തകർന്നത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.